ഹലോ വിനയ്. ചേച്ചി, അല്ലൂടെ? അല്ല ഇവിടെ ഉണ്ടല്ലോ. എന്താ? ഒരു കാര്യം പറയാനാ. അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. അല്ലു, വിനു അങ്കിൾ. ഹലോ വിനു അങ്കിൾ. അല്ലു, നീ ഇന്നലെ ആരെ കണ്ടെന്നാ പറഞ്ഞേ? ചേച്ചിനെ. അതെ. അങ്കിൾ കണ്ടോ ആ ചേച്ചിയെ? അങ്കിൾ ഇനി ആ ചേച്ചിനെ കണ്ട എൻ്റെ ഒരു ഹായ് പറയണേ. ഹലോ ഹലോ. അമ്മ കട്ടായി. മോനെ പറ, നീ എണീറ്റോ? മര്യാദക്കൊന്ന് കിടന്നിട്ട് വേണ്ടടാ എണീക്കാൻ. ഈ പനമ്പിളിനാട്ടിൽ എവിടെയാ നിന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞേ? എന്നാ? രാത്രി 8 ഫാസ്റ്റ് കയറാനാ കരുതിയേ. അത് കിട്ടിയില്ല. പിന്നെ 12 ലാസ്റ്റ് ബസ് കയറി ഞാൻ പോന്നു. എടാ, ഈ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് എവിടെയാ നിന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞേ? ഹലോ. അളിയാ, താൻ ഈ പറഞ്ഞതൊക്കെ ആരെങ്കിലും വിശ്വസിക്കും തനിക്ക് തോന്നുന്നുണ്ടോ? അവിടെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് ഡോക്ടർ. സി മിസ്റ്റർ വിനയ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓൺലി യുവർ ഫീലിങ്സ്. തോന്നലുകൾ മാത്രമാണെന്നേ ഞാൻ പറയൂ. അല്ല ഡോക്ടർ, തോന്നലല്ല, ഞാൻ കണ്ടതാണ്. ഇല്ലാത്ത ഒന്നിനെയാണ് ഉണ്ടെന്ന് പറഞ്ഞ് വിനയ് സമർത്ഥിക്കുന്നത്. ഇതാരുടെയും മനസ്സിൽ തോന്നാവുന്ന കൊച്ചു കൊച്ചു തമാശകളാണ്. ഈ തോന്നലെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുക, അതൊക്കെയല്ലേ ഡോക്ടർ? പക്ഷെ ഇത് ഒരു രാത്രി മുഴുവൻ ഞാൻ അനുഭവിച്ചതാണ്. വിനയ്, ബി പ്രാക്ടിക്കൽ. ഈ കൂട്ടുകാരനെ താങ്കൾ കാത്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇയാൾ വരണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇതിനെ ബ്ലൈൻഡ് മൈൻഡ് എന്ന് പറയും. ആ ഒരു തോന്നലും മറ്റെവിടുന്നോ കേട്ട ഒരു കഥയും ലിങ്കാകുന്നു. പിന്നെ ഫ്ളാറ്റിന്റെ ഏകാന്തതയിൽ നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രതയും ഇല്ലാതാകുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ആ, ഇത് തന്നെ ഞാനും പറഞ്ഞത്. എടാ, നിനക്ക് തോന്നിയാടാ? ഇവൻ കുഞ്ഞിലെ ഭയങ്കര പേടിച്ചു തൂറിയായിരുന്നു ഡോക്ടറെ. ഇതാണ് മെയിൻ റീസൺ. കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൂടെ ഉറച്ചുപോയ വിശ്വാസങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, പാലമരത്തിൽ യക്ഷിയുണ്ട് എന്ന്. അസമയത്ത് ആരെങ്കിലും അവിടെ വന്നുപെട്ടാൽ ആ യക്ഷി വന്നവരുടെ ചോര കുടിക്കുമെന്നും മനുഷ്യരുടെ ജീവഹാനി സംഭവിക്കുമെന്നും. സത്യത്തിൽ ഇതിന്റെ പുറകിൽ എന്താ ഉള്ളത്? തെളിയിക്കപ്പെട്ട ശാസ്ത്രമാണിത്. പാലമരം പൂക്കുമ്പോൾ എക്സസായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ആ ഒരു പരിസരത്തെ ഓക്സിജന്റെ അവൈലബിലിറ്റി ഗണ്യമായി കുറയ്ക്കുന്നു. ശ്വസനം സാധ്യമാകാതിരിക്കുമ്പോൾ മനുഷ്യജീവികൾക്ക് സ്വാഭാവികമായും അപായം സംഭവിക്കുന്നു. എങ്ങനെയുണ്ട്? ഡോക്ടർക്കറിയോ, ഇവന്റെ കൂടെ 2 ദിവസം സമ്മാനം കിട്ടിയ ഫ്ലാറ്റിൽ നിൽക്കാന്ന് കരുതിയാ ഞാൻ വന്നത്. എന്നിട്ട് അവൻ എന്നെ കൊണ്ടുപോയതോ ഒരു മാട്ട ലോഡ്ജിലേക്ക്. കുതേടിയുണ്ട് മനുഷ്യൻ ചാകാറായി. നോക്കണ്ട, ഒന്നുകിൽ ഫ്ലാറ്റിലേക്ക് അല്ലെങ്കിൽ കട്ടപ്പനയ്ക്ക്. ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. വിനയ്ക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. വിനയ്, ദർ ഇസ് നത്തിങ് ടു വറി. ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി മറ്റു കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവൂ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് വിനയ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഇത്രയും വലിയൊരു ഫ്ലാറ്റ് കിടന്നിട്ടാണോ നീ എന്നെ ആ ലോഡ്ജിൽ കൊണ്ട് കിടത്തിയത്?
ഇത് ശരിക്കും ഒരു അമ്പര ചുമ്പര് തന്നെ കേട്ടോ. മാറിക്കേ, ഫ്ലാറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് മൊത്തം ഫർണിച്ചർ ക്രാഫ്റ്റ്സ് പിന്നെ നീ എന്ത് വിചാരിച്ചു? സംഭവം കൊള്ളാൻ കലക്കിയിട്ടുണ്ട്. ടി വി എന്താ ഭിത്തിരി ഞണ്ടള്ളി പിടിച്ചിരിക്കും പോലെ ഇരിക്കണത്? അത് വാൾമൗണ്ടാ. വാൽമൗണ്ടോ? നിന്റെ വാൽമൗണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ. പോയോ? നിന്നോടാരാ പറഞ്ഞു ടി വി ഓണാക്കാൻ? ഇവിടത്തേക്ക് ടി വിയുടെ അകത്താണോ മെയിൻ സ്വിച്ച് വെച്ചേക്കണേ? നീ പോയി മെഴുകുതിരി എടുത്തിട്ട് വന്നേ, ഞാനിവിടെ ഇരിക്കട്ടെ. അതിനും മെഴുകുതിരി അടുക്കളല്ല. നീ ഇവിടെ 2 പേര് പോയി എടുത്തിട്ട് വരാൻ തേക്കും തടിയൊന്നും അല്ലോ, മെഴുകുതിരി അല്ലേ? പോയി എടുത്തിട്ട് വാടാ. എന്നാ പിന്നെ ഞാൻ മെഴുകുതിരി പോയിട്ട് വാ. നീ ഇവിടെ തന്നെ ഇരിക്കണല്ലേ? ഞാൻ ഈ ചപ്രവഞ്ചത്തിൽ തന്നെ ഉണ്ടാവും. നീ എടുത്തിട്ട് വാടാ. കേറി വന്നപ്പോ തന്നെ കരണ്ടും പോയി. ഒന്നാമത്തെ കണ്ണു ഞാൻ പോരാട്ടാ. പോയിട്ട് വാ. ഈ ഇരുട്ടത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ഇനി അവൻ മേടിച്ചു വെച്ചേക്കണ വല്ല സാധനമൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് അവന് കട്ടപ്പന ചെന്ന് പറയാനാ ഞാനതൊക്കെ പൊട്ടിടാ. പൈലിയുടെ ഇളയ പെങ്ങളുടെ കാര്യം എന്തായി? വല്ലതും നടന്നോ? ഓ, അതെന്നാവാനാ? കഴിഞ്ഞ ആഴ്ച മുണ്ടക്കയത്തുനിന്ന് കമാൻഡർ ജീപ്പിൽ ഒരു ടീം വന്നായിരുന്നു. എന്നിട്ട് എന്നാവാനാ? ഉള്ള മിച്ചറും തിന്നേച്ച് പെണ്ണിനെ കണ്ട അവരങ്ങ് പോയി. പണ്ടം ചോദിക്കണവർക്ക് അങ്ങ് ചോദിക്കാം. പക്ഷെ പൈലി ഇത് എവിടെ ഒപ്പിക്കാനാടാ? കൊച്ചുമോനെ, എന്താടാ നീ ഞാൻ പറയണേ കേക്കണ്ട. പിന്നെ കേക്കാണ്ടിരിക്കാൻ ഞാൻ കണ്ണുകൊണ്ടനാ? പള്ളിയിലച്ഛൻ വിചാരിച്ച വല്ലതും നടക്കൂടാ? പിന്നെ പള്ളിയിലച്ഛൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ഒരു ആംപ്ലിഫയർ വാങ്ങിച്ചതിന്റെ ജാടയിൽ നടക്കുക അങ്ങേര്. അപ്പഴാ പൈലിയുടെ പെങ്ങൾ. എന്നാന്നേ കൊച്ചുമോനെ പറടാ. നീ എവിടെ എന്നെ എടുക്കുക? ഒരു മുறை വന്ന് പാർത്തായ കൊച്ചുമോനെ, ഡാ കൊച്ചുമോനെ, ഡാ കൊച്ചുമോനെ, നീ ഇതെവിടെയാ? വെറുതെ തമാശ കളിക്കല്ലേട്ടാ. കൊച്ചുമോനെ, ഡാ കൊച്ചേ, മോനെ, നീ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ടാട്ടാ. ഡാ കൊച്ചുമോനെ വെറുതെ പേടിപ്പിക്കലട്ടാ. കൊച്ചുമോനെ, 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 എന്താടാ? നീ എവിടെ ഇരുന്നടാ? ഞാൻ ആ ബാൽക്കണിയിൽ ഇരുന്ന് ഹൃദയസ്തമനം കണ്ടോണ്ടിരിക്കുകയായിരുന്നു.